2 മാസം മുൻപെയാണ് ഈ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഇയാൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത്. ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. ആ ട്രെയിനിൽ വെച്ച് കണ്ട ഒരു പരിചയമാണ് പിന്നീട് ഇൻസ്റ്റാഗ്രാം ID കൈമാറുകയും അതുവഴി ഇവർ മെസ്സേജ് അയക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്തതെന്നാണ് ഡൽഹി സ്വദേശിയായിട്ടുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വീട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ വീട് വിട്ടിറങ്ങിയത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. നമസ്കാരം. ആലുവയിൽ നിന്നും കാണാതായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലാണ് ഓച്ചിറ സ്വദേശിയായ അഭിജിത്തിനെതിരെ പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, 2 മാസം മുൻപെയാണ് ഈ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടിയെ ഇയാൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇവർ ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നു. ആ ട്രെയിനിൽ വെച്ച് കണ്ട ഒരു പരിചയമാണ് പിന്നീട് ഇൻസ്റ്റാഗ്രാം ID കൈമാറുകയും അതുവഴി ഇവർ മെസ്സേജ് അയക്കുകയും കൂടുതൽ അടുക്കുകയും ചെയ്തതെന്നാണ് ഈ പോലീസിൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത്. പിന്നീട് ഇവർ കൂടുതൽ അടുത്തു, അവർക്ക് പ്രണയമായി. ഇവർ പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണാറുണ്ടായിരുന്നു. ഈ ചെറായിൽ ഇയാൾ ഒരു ബോട്ടിൽ മത്സ്യബന്ധന തൊഴിലാളിയായി പോവുകയായിരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ട്രോളിങ് വന്നതോട് കൂടിയിട്ട് ഇയാൾ ഐസ്ക്രീം വിൽപ്പനയും നടത്തി വരികയായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ബന്ധപ്പെട്ടു. ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും ഈ നാട് വിടണം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനമെടുത്തു. ഇയാളുടെ ഒപ്പം മത്സ്യബന്ധന തൊഴിലാളിയായി സഹപ്രവർത്തകനായി ജോലി ചെയ്തിരുന്ന ഡൽഹി സ്വദേശിയായിട്ടുള്ള ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ വീട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ വീട് വിട്ടിറങ്ങിയത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി. ഈ അഭിജിത്ത് നേരത്തെ ക്രിമിനൽ സ്വഭാവമുള്ള ആളാണ് എന്നാണ് പോലീസിൻ്റെ ഒരു കണ്ടെത്തൽ. ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കേസുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും 25/7/2026 രാത്രി 9 മണിക്കാണ് ഈ പറവൂരിൽ നിന്നും ഓട്ടോയ്ക്ക് വരികയും ഈ പെൺകുട്ടിയെ മണ്ടേല ജംഗ്ഷനിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ടും പോലീസിന് വിവരം ലഭിക്കുന്നത്. കൂടാതെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഇയാളൊരു ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതായിട്ട് പോലീസ് കാണുന്നത്. അങ്ങനെ ആ ഓട്ടോറിക്ഷ കണ്ടെത്തുകയും ഓട്ടോറിക്ഷ ഡ്രൈവറോട് വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അങ്ങനെ ആലുവ സീമാസിൻ്റെ അടുത്ത് ഈ പെൺകുട്ടിയെയും ഇയാളെയും ഇറക്കി എന്നാണ് അയാൾ മൊഴി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിന്നും ഇരുവരും ആലുവയിൽ നിന്നും കോഴിക്കോടിന് ബസ്സിൽ പോവുകയും ഈ അഭിജിത്തിൻ്റെ മൊബൈൽ നമ്പർ ഓണാവുന്ന സമയത്ത് ലൊക്കേഷൻ അനുസരിച്ച് നോക്കിയപ്പോൾ കാസർഗോഡാണെന്നുള്ള ഒരു വിവരവും പോലീസിന് ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ പോലീസ് സംഘം ഇവരെ പിന്തുടർന്ന് പോകുന്നത്. അങ്ങനെ കാസർഗോഡ് എത്തിയ സമയമാണ് ഇവരുടെ രണ്ടുപേരുടെ ലൊക്കേഷൻ ധാരാവിയാണെന്ന്, മുംബൈക്ക് സമീപമുള്ള ധാരാവി എന്ന സ്ഥലത്താണെന്ന് അറിയുകയും ചെയ്തത്. അങ്ങനെ ഉടനെ തന്നെ ആലുവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം തന്നെ അവിടേക്ക് പോകണം. അങ്ങനെ അവർ ആ കാറ് മാർഗം തന്നെ, റോഡ് മാർഗം തന്നെ നേരെ മുംബൈക്ക് പോവുകയായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയുന്നത്. പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ഇവരെത്തുന്നു. നിസാമുദ്ദീൻ ട്രെയിനിൽ ഇരുവരും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നിസാമുദ്ദീൻ ട്രെയിനിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തുന്നത്. പോലീസ് കൂടുതൽ ഈ പെൺകുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ വീട്ടിലെ ചില സാഹചര്യങ്ങളാണ് ഇത്തരത്തിൽ ഇയാൾക്കൊപ്പം പോകാൻ ഇടയായത് എന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. പോലീസ് കൃത്യമായി ഈ കുട്ടിക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകി. ഇനി കൗൺസിലിംഗ് ഒക്കെ നടത്തി ഈ കുട്ടിയെ കൃത്യമായി മാതാപിതാക്കളുടെ കയ്യിൽ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടി ഇപ്പോഴും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോഴും ഒരു വാശിയിൽ തന്നെയാണ് പോലീസിനോട് സംസാരിക്കുന്നത്. പക്ഷേ കൃത്യമായി പോലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്നും, അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചതാണ്, ഇനി മറ്റുള്ളവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കുട്ടിക്ക് ഒരുപാട് മനോബലമൊക്കെ പോലീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വീട്ടുകാരോടും പോലീസ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വീട്ടിലെ സാഹചര്യമാണ് ഇങ്ങനെ പോകാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി മകളെ മനസ്സിലാക്കി മകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൃത്യമായി പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.